ആ സ്ഥലം നമുക്ക് എഴുതുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. ഇപ്പൊ ചെന്നാ കഞ്ഞി കിട്ടും, അല്ലെങ്കിൽ അതും കിട്ടില്ല, അല്ലെങ്കിൽ കാഞ്ഞിലിക്കഥം ഇങ്ങനെ നീ നോക്കിയ ഓരോ മരമായിട്ട് ഇയാൾ വെട്ടി നശിപ്പിച്ചിട്ട് വെറും തരിശു ഭൂമി നമ്മളെ കയ്യിലർപ്പിക്കും. 4 പിള്ളേരുണ്ടല്ലോ ഇവിടെ പറഞ്ഞാൽ തൂറാപ്പം. ചേട്ടാ തൈര് വേണോ? ചോദിച്ചേട്ടാ സഹോദരി, തൈര് വേണമെന്ന്. എടാ നിന്നെ കണ്ടല്ലേടാ ഈ ചെറുക്കൻ പഠിക്കണേ, അല്ലേ? നിന്റെ ഇടയിൽ പഠിക്കണ നിന്നെ കണ്ടല്ലേടാ. എന്താടാ നോക്കണേ? നിനക്ക് ബിയർ വേണോ? വേണ്ടടാ. പറയടാ, ചെറുത് ഇറങ്ങിയിട്ടുണ്ട്. ക്യാപ്സിക്കം, സവാള, മല്ലിയില, കേശുവണ്ടി, കശുവണ്ടി, പിന്നെ കിസ്മസ്, ആരാണ്ട് സ്ലിപ്പായതടെ, കിസ്മസ്, തക്കാളി, പിന്നെന്താ പടവലം വേണ്ടടാ. പടവലം വേണ്ടേ? ഇത്ര മതി. ആ മതി. നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും മീനെത്തും. കടൽ നീന്തി കരവഴി വന്ന് ഗേറ്റ് വഴി കടന്നിട്ട് കോളിപ്പില്ലടി നീര്. Un elefante muy elegante, la trompa muy larga, la trompa gigante. Muy larga. നിറകൂടം തറ വെക്കാൻ പാടില്ല. ഇത് തറയിലല്ലേ അവിടെ കൊണ്ടുപോയി വെക്കണേ? വഴിയെ പോകുമ്പോ വെക്കാൻ പാടില്ലെന്ന്. നിറകൂടം പോകുന്ന വഴിക്ക് തറയിലും വെക്കാൻ പാടില്ല, വീടിന്റെ മുറ്റത്തും വെക്കാൻ പാടില്ല. പിന്നെ ഇടുപ്പിലെ വെള്ളം അടുപ്പ് വരെ. നിറകുടം എന്തും പെണ്ണിന് ഒരു കൈ സഹായിക്കാത്ത പുരുഷൻ സ്വർഗത്തിലും സ്ഥാനമില്ല, മോക്ഷത്തിലും സ്ഥാനമില്ല എന്നുണ്ട്. പിന്നെ മഹാവി കുട്ടമ്പിള്ള പറഞ്ഞത്. നീ പടവലത്തുനിന്ന് വന്നിട്ട് എവിടെ പോയെന്നാ ചോദിച്ചേ? ഞാൻ പോയതല്ലമ്മേ, എന്നെ പറഞ്ഞു വിട്ടതാ. ആര് പറഞ്ഞു വിട്ടു? വിധി. പെണ്ണെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. വിധി. അമ്മേ, ഞാൻ ഇവിടുന്ന് കുറച്ച് സമയം മാറി നിൽക്കാമെന്ന് കരുതി പാർക്കിലേക്ക് പോയതാ. അപ്പോൾ അവിടെ വെച്ച് പഴയ ചീഫ് അക്കൗണ്ടന്റില്ലേ ഓഫീസിലെ, അദ്ദേഹത്തെ ഞാൻ കണ്ടു, രാമേന്ദ്രൻ സാറിനെ. അദ്ദേഹം എന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ പുതിയ വഴിയിലൂടെ പറഞ്ഞു വിടുകയായിരുന്നു. അതെന്ത്? പാർക്കിന്റെ പുറകിൽ പുതിയ വഴി പണിതാ? എന്നെന്തിനാ വിളിക്കണേ? നീ ഉറങ്ങിക്കോ മകളെ. കേശു കേശു പോടാ. ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ വയലിൽ കളിക്കായിരുന്നു. കളിച്ചോണ്ട് നിന്നപ്പോൾ ഒരു വലിയ എരുമ കയറും പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ കൂടെ നിന്നവരൊക്കെ 4 പാടും തെറിച്ചു കൊടുക്കണമെന്ന്. ഞാൻ മാത്രം ധൈര്യത്തോടെ നെഞ്ചു പിരിച്ചിങ്ങനെ നിന്നു. അയ്യപ്പാ, എരുമ ചിറ്റപ്പനൊന്നും ചെയ്തില്ലേ? ചിറ്റപ്പന എരുമ എന്ത് ചെയ്യാൻ? ഞാൻ നോക്കിയപ്പോഴേ ഈ ഓടിയമാരില്ലേ തല ഉത്തര വീണ് നെറ്റി ഇവിടെ കാലി എല്ലാം മുറിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ചിറ്റപ്പനെ പേടിച്ചണങ്ങാൻ നിന്ന് നിപ്പിച്ചാണ് കേട്ട് ഓടിയൊന്ന് എരുമ ഇത് കണ്ട് തിരികെ നാണം കേട്ട് ഒറ്റ ഓട്ടം. എടാ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാ. നിന്റെ അപ്പൂപ്പനാടാ സമ്മതിക്കാത്തത്? പോടാ. അല്ല, ഞങ്ങൾ അറിഞ്ഞതേ ഭവാനിയാണ് സമ്മതിക്കാത്തത്. എന്റെ ശങ്കര, ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഇവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഞങ്ങൾ കൊടുത്തു, അത് തന്നെ ധാരാളം. അത് തന്നെ കൂടിപ്പോയത് കുറെ തെണ്ടുകൾ പറഞ്ഞു വരച്ചുകൊണ്ട് അവരെ ബന്ധുക്കള്. നിങ്ങൾ എന്തെങ്കിലും കല്ലുപോലെ നിൽക്കുന്നേ കണ്ടില്ല? അവളെ കൊണ്ട് വന്ന് നിൽക്കുന്ന നിപ്പ് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്താ ദേവി, എന്ത് വിദ്യ, എന്നെ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? എടി മോളെ, നീ ഒന്ന് സഹിക്ക്. എല്ലാ വേദനയും നെഞ്ചിലൊതുക്കി അവൻ നിൽക്കണം, കണ്ടില്ലേ? നീ ഇന്നലെ അമ്മേരെ മുമ്പ് കിടന്ന് ചാടണം ഞാൻ കണ്ട്. ഞാൻ പിന്നെ പൊട്ടനെ പോലെ കേട്ടോണ്ട് നിന്ന്. പറയടാ, ആരാടാ നീ ഫോൺ ചെയ്യണത്? പറയടാ. അവൻ പോട്ടറ ബാലു, അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അമ്മൂമ്മയോട് ആര് പറഞ്ഞു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്? പറഞ്ഞതാ കുറ്റം. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ തലേ തീടിച്ചാലും ആരാടാ നീ വിളിക്കുന്നത്? നിന്റെ അമ്മ ആരാടാ വിളിക്കുന്നത്? എന്റെ അമ്മ വല്ലാത്ത പണിയായിട്ട് കാണിച്ചേ. അവിടുത്തെ രീതിയൊക്കെ കൊള്ളാൻ നല്ലതാണ്, പക്ഷെ അത് ഞങ്ങൾക്ക് ചേരില്ലമ്മ. ഞാൻ കൊടുത്ത് 25,000 രൂപ വാങ്ങിച്ചാ. പിന്നെ 25,000 തിരിച്ചാൽ നിന്റെ അച്ഛൻ കുട്ടമ്പിള്ള അവിടെ ഇരിക്കല്ലേ? അല്ല, പറയുമ്പോൾ മാമ ഇവിടെ നിൽക്കല്ലേ?
ഏതൊക്കെ രീതിയിൽ എന്റെ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റണോ അങ്ങനെയൊക്കെ ചെയ്യണം പറയണോ കേട്ടാ. എടാ മുടിയാ, എടാ നിന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തുമ്പോ നിനക്ക് വിഷമില്ലടാ? എന്തിന് കുറ്റപ്പെടുത്തുന്നത്? എന്തിന്? അച്ഛന് ഓരോ തരികട കാണിക്കുമ്പോ ഓരോ ചോദ്യം ചോദിക്കും, അച്ഛന് വിഷമാവും. അതിന് ഞങ്ങൾ എന്തിനാ വിഷമിക്കണത്? നിങ്ങൾക്ക് വിഷമില്ലല്ലേ? ശരിയടാ, ഞാൻ ഒറ്റയ്ക്ക് വിഷമിച്ചോളാം. എനിക്ക് കുറച്ച് വിഷമം തരോടാ. എന്തിന്? നിനക്കൊക്കെ കലക്കി തരാൻ. എല്ലാവരും എന്തിന്? പേപ്പട്ടി ആയിരിക്കും എനിക്ക് അടിച്ചിട്ടുള്ളത്. ഏയ് പേപ്പട്ടിയൊന്നുമില്ല, ഇത് ഏതാ വിഷം എന്ന് പറയും നാടൻ പട്ടി. എല്ലി കണ്ടപ്പം കടിച്ചു. അച്ഛാ ഇല്ല മക്കളെ, പോട്ട് കുഴപ്പമൊന്നുമില്ല. ഇതാ കേശു, നിനക്ക് ആ പട്ടി കണ്ട തിരിച്ചറിയാടാ? തിരിച്ചറിയാച്ചു, ഒരു ചെമ്പൻ പട്ടിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പം നോക്കിയാൽ റോഡിൽ കൂടെ നടക്കുന്നത്. ഇനി ആ കാര്യം കൂടെ ഓടൂല. അതെന്താ അച്ഛനെ എന്റെ അടുത്ത് നടന്നുകൊണ്ട് പോകാൻ പറയൂ? ആ മാങ്ങാ പിഞ്ചു മാല, വള 45,000. പിന്നെ ഇവന്റെ മാല മറ്റേ കേശുവിന്റെ അരഞ്ഞാണം. എടി എല്ലാം കൂടെ കണക്കും കൂട്ടി പലിശ സഹിതം എടി നോട്ടീസ് അയച്ചത്. പിന്നെ മാങ്ങാ പിഞ്ച് തേങ്ങാ പിഞ്ചെന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് പറയണത്. മൊത്തത്തിൽ എത്ര രൂപ പറ? മൊത്തത്തിൽ 2.5 ലക്ഷം ഉണ്ടോ കയ്യില്? തരുവോ? അത്രേ ഉള്ള? അപ്പൊ 2.5 ലക്ഷം രൂപ വേണം. അത് കൂട്ടിയാൽ കൂടൂല, അത് വിട്ടരേ. ഒരു 1.5 ആണെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചിട്ട് വിട്ടളായത്. ഈ പൈപ്പിൽ വെള്ളമില്ല. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. വെള്ളം ഇല്ലടേ. നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്ത് നിന്ന് വെള്ളം ഉണ്ടോ? അപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം ഉണ്ടോ നോക്ക്. അപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം ഉണ്ടോ നോക്കണേ. നീ പോരെ. ആർക്കാച്ച വിളിക്കണേ? വാട്ടർ അതോറിറ്റിക്കാ? ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. അവിടെ വാസി, വെള്ളം ഉണ്ടോ അവിടെ? സാധനം കൊണ്ട് അങ്ങോട്ട് വരാനാ? പോടാ അവിടെ. എടാ കുടിവെള്ളം ഉണ്ടാന്ന്. I'm a bad boy doing good things. Got a lemonade with chicken wings with a bad bitch that's quite thick. So I'm ഇവിടെ അടുത്തുള്ള വീട്ടിലെല്ലാം കേറി പറയുവാ ഞാൻ ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവള് കാര്യം പറഞ്ഞ ട്യൂഷൻ പിള്ളേരെ കിട്ടുമോ? ചില വിവരമില്ലാത്ത ആൾക്കാർ കൊടുക്കും. അവള് കഷ്ടപ്പെടാനായിട്ട് നിനക്ക് സഹിക്കണില്ലല്ലേ? ഇവൻ ഇപ്പോഴും ഇങ്ങനെ വലുതാവുമ്പോ എന്തായിരിക്കും? കുറച്ച് നീളം വെക്കും മണ്ണാൻ വെക്കും. I got broads in Atlanta, just to lean the family, credit cards in the scammers, hitting the licks in the van. ഈ ജീവിതം എന്ന് പറയുന്നത് എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചാലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റൂല. അതാണ് മനുഷ്യന്റെ മനസ്സ്. മനസ്സെന്ന് പറയുന്നത് പറഞ്ഞാലേ കൊടും കാടാണ്. മരങ്ങളുണ്ടാവും, മലകളുണ്ടാവും, അരണ്യങ്ങളുണ്ടാവും, താമര പൊയ്കളുണ്ടാവും, ക്രൂര മൃഗങ്ങളും ഉണ്ടാവും. അതാണ് ജീവിതം, അതാണ് മനസ്സ്. അച്ഛാ, ആ കാട്ടിൽ മോയിലും മനുവൊക്കെ കാണൂ? Got the man with the plan right here, bringing swag with the man right here, living up on sipping on beer. ലച്ചു നിനക്ക് വേണ്ടേ? ലച്ചു എനിക്ക് വേണം, എനിക്ക് തൊണ്ടവേദനയാ. പിന്നെ ഇതിപ്പോ മേടിച്ചോണ്ട് വന്നത് എന്തിനാന്ന് എനിക്കറിയാം. സോപ്പിട്ട് 2000 രൂപ തട്ടിയെടുക്കാനല്ലേ? നടക്കില്ല മോനെ. അയ്യോ, ഇവള് 2000 രൂപ ആർക്ക് വേണം? ഒന്ന് പോടിയെന്ന്. എടി പൈസന് ചക്രം എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? അതിങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന ചക്രം നാളെ എന്റെ വരും, മറ്റന്നാൾ അച്ഛൻ്റെ കയ്യിൽ പോവും. ഒന്നും കിട്ടിയില്ല. കിട്ടിയില്ല വേണ്ടെന്ന് പറഞ്ഞില്ലേ, കൊണ്ട് പോട്ടെന്നേ. അതെന്താ നമുക്കെന്ത്? പിന്നെ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. സാരമല്ല, പോട്ട്. സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത്? നിനക്ക് പ്രയോജനപ്പെട്ടില്ലേടാ? ഇങ്ങനെ പ്രയോജനപ്പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിൽ വരാൻ പറ്റിയില്ല നിനക്ക്? അയ്യോ, ഇതെങ്കിലും അടച്ചാ പിന്നെ പ്രയോജനമുണ്ട്. ദോണ്ടടുത്ത് നിൽക്കണ്, തല്ലിയിട്ട് ഒരു കാര്യമില്ല, കൈവിട്ട് പോയി. എടി അടയ്ക്കായിരുന്ന മടി വയ്ക്കാം, അടയ്ക്ക മരമായിരുന്നാല. അച്ഛാ, അത് പുറത്ത് നട്ടൂടെ? അവിടെ തേങ്ങ സ്ഥിരമായിട്ട് എടുക്കണ ചേട്ടന് സുഖമില്ല. ആ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ വെക്കണോ അതോ വേറെ ആൾക്ക് വിൽക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അത് ചോദിക്കാൻ 8 മുട്ടും തിരിയാതെ നിന്റെ അടുത്ത് വിളിക്കണോ? അതാ കാര്യം ഗൗരവമുള്ള എൻ്റെ അടുത്ത് കാര്യം ചോദിച്ചാൽ മനസ്സിലാക്കണോ? നിന്റെ അടുത്ത് അറിയിക്കണം കാര്യം തന്നെ അയാൾക്ക്. ഞാൻ ഇവിടെ ഇരിക്കണതിന് വരുമാനാണെന്ന് പറഞ്ഞോണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ആളെ കൊണ്ടുവരാം, എന്നിട്ട് അയാൾക്ക് തേങ്ങ കൊടുക്കാൻ പറ. അയ്യോ വേണ്ട. എടി നല്ല വില കിട്ടും നോക്ക്, ഒരു പ്രാവശ്യം കൊടുത്ത് നോക്കാൻ പറയണത്, പിന്നെ വില കിട്ടൂലേ കൊടുക്കണ്ട. വേണ്ട, ഞാനിപ്പോ അത് വെളിച്ചെണ്ണ വെക്കാൻ പറഞ്ഞു. വെളിച്ചെണ്ണാക്കി നിന്റെ അച്ഛൻ കുട്ടമ്പളെ കഷണ്ടി തയ്ക്കാൻ പറ. അമ്മ, എന്താണ്? അല്ല അമ്മ, അമ്മ എന്ത് തപ്പണ?
ഒന്നുമില്ല. ഒന്നുമില്ലാന്നേ. നീലു നീലു എന്തേ? നീലുവേ എന്താ? അല്ല നീ ഇവിടെ എന്ത് ചെയ്യണം നോക്കിയത്? ഞാൻ അവിടെ നെല്ല് വിതയ്ക്കണ്. എന്തേ? നെല്ല് വിതയ്ക്കണോ? ആ. അപ്പം കൊയ്യാൻ നേരത്തെ കുട്ടാപ്പിളയോടെ വിളിക്കണം. മകൾ ഓർമ്മ പ്രശോഭ ആന്റിയെ പരിചയപ്പെട്ട ഓർമ്മ. പ്രശോഭ ആന്റി നിന്നെ എടുത്ത് ഉമ്മൊക്കെ തന്ന് പിന്നെ പേരത്തമ്പഴവും സർവത്തൊക്കെ വാങ്ങിച്ച് നിനക്ക് ഓർമ്മയില്ലാടാ? ആലിന്റെ മുട്ടി വെച്ച് തടിച്ച മുടിയുള്ള ചുരുണ്ടൻ്റെ ചുരുണ്ട മുടിയുള്ള തടിച്ച ആന്റി കറുത്തിട്ട് പോടാ പോടും എല്ലാരും പോടും ജോലി കിട്ട് ശരിക്കും ശോഭ ചരിഞ്ഞിരിക്കും ചരിഞ്ഞ് ചെയ്യും ഇങ്ങനെ എന്ത് പോടാ.